ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കരിങ്കലത്താണ് വീട്ടിലെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ ഹോം ടൂറാണ് കാണിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളുടെ ഹോം ടൂറാണ്. അതും അച്ചു ജനിച്ചു വളർന്ന വീടിൻ്റെ ഹോം ടൂറാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇത് ഓഫീസ് റൂമാണ്. ഇതൊക്കെ ഞങ്ങൾ പഠിക്കാനിരുന്ന റൂമാണ്. അതിനകത്ത് കുട്ടികൾ കളിക്കുന്നതുകൊണ്ട് അവർ ഡോറ് തുറക്കുന്നില്ല. ഞങ്ങളെ സിറ്റ് ഔട്ട് പണ്ടത്തെ കാലത്ത് കോലായിന്ന് പറഞ്ഞിരുന്നത്. സിറ്റ് ഔട്ട്. ഇതാണ് ഞങ്ങള് ഡൈനിങ് ഹാള്. നമ്മളെ കസിൻസൊക്കെ വിരുന്ന് വന്നാൽ ഈ ഹോളിൽ പായ വിരിച്ച് കുട്ടികളൊക്കെ ഈ ഹോളിൽ നിരന്ന് കിടന്നിരുന്നു. കോലായിൽ ആണുങ്ങൾ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാൾ തന്നെയാണ്. ഇതെല്ലാം ബെഡ്റൂമുകളാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എളാപ്പാടെ വീട്ടിലുള്ളവരും മൂത്താപ്പാടെ വീട്ടിലെ മക്കളൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വിരുന്ന് വന്നിരുന്നു. ഇവിടെ ഓരോരുത്തർ കടന്നുറങ്ങുന്നുണ്ട്. ഇത് ഞങ്ങൾ വന്ന എല്ലാവരും പാടെ കിടക്കണ, ഞങ്ങൾ മക്കളൊക്കെ വന്ന കിടക്കുന്ന റൂമാണല്ലേ. അപ്പൊ അവിടെ ഞങ്ങളെടുത്ത കിടക്കല് അല്ലേ നമ്മളെവിടെ കിടക്കല്? നിലത്താ കിടക്കല്. ഞങ്ങൾ എല്ലാവരും കുറെ ആളുണ്ടാവുമ്പോ ബെഡിലൊന്നും കിടക്കാൻ തരില്ല. അപ്പൊ ഞങ്ങള് നിലത്ത് ബെഡ് ഇട്ടിട്ട് ബെഡും കോസടിയൊക്കെ ഇട്ടിട്ട് ഫുള്ള് ഇന്നലെ ഫുള്ളായില്ലേ, ഫില്ലായില്ലേ. കിടക്കാനൊന്നും സ്ഥലം ഉണ്ടെങ്കിലല്ലോ എല്ലാവർക്കും ഒരു റൂമിൽ കിടക്കണം. അപ്പൊ എല്ലാവരും കിടക്കണം അല്ലേ. ഇത് ഉമ്മമാന്റെ റൂമാണെന്നാ പറയുന്നത് അല്ലേ. ആരുടെ റൂമാണ്? അമ്മമാന്റെ റൂമാണ്. ഉമ്മ കിടക്കണേ കട്ടിലാണ്. ഈ കട്ടിലൊക്കെ പുലാസ് കണ്ടില്ലേ. ഉമ്മ ചെറുപ്പത്തിൽ കടന്നിരുന്ന കട്ടിലാണ്. ഈ റൂമിന് പ്രത്യേകത ഉണ്ട്. പ്രത്യേകത ഞാൻ പറഞ്ഞ 2 ഡോറ് കാണിച്ചു തന്നില്ലേ. ആ റൂം ഇപ്പൊ ഒരു റൂമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഡോർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അങ്ങോട്ട് കാണിച്ച ഇതാ ഡോർ ഇവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. ഇത് പണ്ട് ഇതൊരു റൂമും അതൊരു റൂമായിരുന്നു. പിന്നീട് ഇത് ഒന്നിച്ചൊരു റൂമാക്കി. ഇപ്പാക്ക് സുഖമില്ലാതെയൊക്കെ ആയപ്പോഴ് നമുക്ക് വലിയ കട്ടിലൊക്കെ ഇടാൻ പഴയ വീടുകളിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ കുറേ സുഖമില്ലാതെ കടന്നിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പല കട്ടിലിട്ടിട്ട് അവിടെ ഇരുന്നു ഇട്ടിരുന്നത്. അതിനാണ് നമ്മൾ ഈ 2 റൂമും പാടെ ഒരൊറ്റ റൂമാക്കി മാറ്റിയതാണ്. എല്ലാവരും വന്നാൽ വിശാലമായി കിടക്കാം. ഈ നെക്സ്റ്റ് അടുത്ത റൂം ഇതാണ്. ഞങ്ങളെ വീടിലത്തെ എല്ലാ റൂമിനും ഓരോ പേരുണ്ട്, നമ്പറാണ്. ഇപ്പൊ ഞങ്ങൾ പോയ റൂം ഉണ്ടല്ലോ, 1 3 റൂം, ഇത് 3 റൂം, ഇത് 4 റൂം. ഇനി അടുത്ത കാണിക്കണ ഇതാണ് 5 റൂം. ഈ റൂം കാണുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളായ റെജീനി ഹസീനൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തോന്നും. അവരൊക്കെ വന്നപ്പോൾ ഇതിലാണ് കിടന്നിരുന്നത്. സ്റ്റഡി ടേബിളൊക്കെ ഉണ്ട്. ഈ സ്റ്റഡി ടേബിളൊക്കെ ഞങ്ങൾ പഠിച്ചിരുന്ന സ്റ്റഡി ടേബിളാണ്. ഇത് കിഡ്സ് റൂമാണ്. ഇനി കാണിക്കുന്നതാണ് നമ്മളെ കിച്ചണ് വരുന്നത്. ഈ സൈഡിൽ സ്റ്റോർ റൂം ഉണ്ട്, അത് കാണിക്കാൻ മറന്നു. പിന്നെ ഇതാണ് കിച്ചണ് വരുന്നത്. എല്ലാവരും പാടെ കൂടിയതാണ്. ഇനി എല്ലാവരും ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല അടുപ്പത്ത് വെച്ച ദമ്മ് ബിരിയാണി, ബീഫ് വരട്ടിയത്. ഇതാ ആരേലും വേണോ ഈ തൊട്ടിക്ക്? അമ്പിളി അണക്ക് എടുക്കണോ? അതിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഈ ഇരുന്നോ. ഒരു ഹായ് പറഞ്ഞ. ടോട്ടൽ 6 റൂമാട്ടോ ഇതിൽ താഴെയുള്ളത്. മുകളിൽ ഫുള്ള് ഹാളാക്കിയിട്ടിരിക്കുകയാണ്. വീടിൻ്റെ മുകളിൽ വലിയൊരു ഹാളും 2 സൈഡിലും നീണ്ട ഹാളുകൾ. അവിടെ അടക്ക, തേങ്ങ, പിന്നെ അതേപോലെ തുണികളൊക്കെ തോരിടുക, അങ്ങനെയാണ് ചെയ്യണത്. എല്ലാവരും ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴേക്ക് ഫ്രൈഡ് റൈസാണ്, ബിരിയാണി. ചോറ് വാരി കൊടുത്തിട്ട് എല്ലാവർക്കും ഒരു പൂതി. താത്ത
ലുലുവിന് ചോറ് വാരി കൊടുക്കുന്നത് കണ്ടപ്പോഴേ ഓരോരുത്തരായി വരികയാണ്. എനിക്കും വാരിത്ത എനിക്കും വാരിത്താന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ അപൂർവമായി കിട്ടുന്നതാണ് മക്കളെ. വേണമെങ്കിൽ വലിയ ഏട്ടത്തിക്കൊന്നും വാരി കൊടുത്തടാ. ഈ ബേക്കിൽ കാണുന്നുണ്ട്. ഇതങ്ങനെയൊക്കെ പാരടയിലും വീട്ടിൽ കാണലുണ്ടോ? ഓലക്കൊടിയൊക്കെ അങ്ങനെ കെട്ടി വെച്ചിട്ട് ഇതാ മണ്ണോട് കളിച്ച് ലാസ്റ്റ് മണ്ണിൽ കളിച്ചിട്ട് ചൊറിച്ചിൽ വരുന്ന പറഞ്ഞപ്പോ അവളാകെ പേടിച്ചു. ഇത് വലിയ ജ്യേഷ്ഠത്തിന്റെ മോനാണ്. ഞാൻ തിങ്കളാഴ്ച പോണത്. എത്ര മേമാരും അമ്മയുടെ അച്ചാറൊക്കെ ഫ്രീ ആയിട്ട് ഇന്ന് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതേ അങ്ങോട്ട് അമർത്താനാണ് മറക്കരുതേ. ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തോളൂണ്ടിട്ടോ. രണ്ടാളും ഇരിക്കണുണ്ടോ? 2 കോഴികള്. അതാ മറ്റേയാള് നോക്കണുണ്ടോ? കയാസം പിടിക്ക്. ഓള് കുഞ്ഞിക്കോയിനെ പിടിച്ച്. പേടിയുണ്ട് ഓൾക്ക്. ആട്ടണ്ട. അതാ അതിന് ഉന്തിടുക. അമ്പിളി പറഞ്ഞ അപ്പിടാൻ പറയേ. ആണ്ട് അമ്പിളിന്റെ കോഴി മുട്ടയിടുന്ന കോഴിയാണല്ലേ. ഈ കോഴിന്റെ മുട്ട ആരാ കഴിക്കല്? ഈ അടിക്കല്? ഇന്ന് ഞാൻ കഴിക്കൂട്ടാ. അതാ പേടിച്ചു. ഫുള്ള് കൊഴിഞ്ഞു. അമ്പിളിനെയും തൊട്ടാ കോഴിനെയും തൊട്ടോക്കാം. അമ്പിളി ഒരു കോഴി നമ്മുടെ വീട്ടിൽ മുട്ടടാൻ കാണിച്ചു തരാം ഗൈസ്ന്നോ. ആ കോഴി പോയോ? ആ ഇനി വേറെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങളെ കോഴി മുട്ടിടുന്നത് എവിടെ നോക്കാം. അമ്പിളിന്റെ കോഴി ഇവിടെ എത്ര മുട്ടിടുന്നത്. എപ്പോഴും ഇവിടെ എത്ര ഉണ്ടാവില്ല മുട്ടിടുന്നത്. കാണിച്ചു തരാം. ഇതാ ഇവിടെ തെറ്റിപ്പോണൊക്കെ ഉണ്ട്. ഒരാൾ തെറ്റിപ്പോയി. ചിരട്ടിയിൽ മണ്ണോണ്ട് കളിക്കാനയക്കായിട്ട് ഒരാൾ തെറ്റിപ്പോണു. വാ അതാ തെറ്റിയിരിക്കണോക്കെ ഒരാള്. എന്തിനാ തെറ്റിക്കണത്? കാണാൻ നല്ല രസമല്ലേ. ഇതാ നമ്മള് കശുമാങ്ങ, പറങ്കി മാങ്ങ എന്നൊക്കെ പറയും. എൻ്റെ അമ്മക്ക് ഇത് വളരെ ഇഷ്ടമുള്ള സാധനമാണ്. മുത്താപ്പാൻ്റെ മോന് കൊടുന്നതാ, അമ്മക്ക് കൊടുന്നതാ. പറങ്കിയാങ്ങ കുഞ്ഞാണി കൊടുന്നതാ. ഇവിടെ മാമു വേണം. നമ്മളെ ഇത് ഫുഡ് ഇതാണ് പറങ്കി മാങ്ങ. എന്താണ് അമ്മച്ചക്കും കൊടുക്കാം. അതിവിടെ ഒരു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. വൈറ്റ് കളറ് ഞാവലാണ്. ഞാവൽ ഫുള്ള് പൂവാണ്.